ഇസ ഡ്രീം ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. മഹേഷിന്റെ പ്രതികാരം, പളുങ്ക് പോലെയുള്ള എല്ലാവർക്കും പരിചയമുള്ള ഹിറ്റ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള തോപ്രാംകുടിക്ക് അടുത്തുള്ള ദൈവമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കർഷകനായ ചെറുതാനിക്കൽ ജോബിന്റെ കൃഷിയിടത്തിലുള്ള മീനുകളെ പിടിക്കുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ജോലിക്കൊപ്പം കൃഷിയും ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു മികച്ച കർഷകൻ കൂടിയാണ് ജോബിൻ. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ധാരാളം ഏലവും ജാതിയും കുരുമുളകും കൊക്കോയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃഷിയെക്കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഡ്രീം ബോക്സിന്റെ മറ്റൊരു എപ്പിസോഡ് ചെയ്യുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഈ മീൻ പിടിക്കുന്ന വീഡിയോയ്ക്ക് ശേഷം ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സമയം കിട്ടുമോ എന്ന് അറിയില്ല. ജോബിന്റെ കൃഷിത്തോട്ടത്തിലെ മീൻ പിടിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അധികം പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഈ കാണുന്ന പടുതാക്കുളത്തിലെ മീനുകളെയാണ് നമ്മൾ ഇന്ന് പിടിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പടുതാക്കുളമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം പറ്റിക്കാനായിട്ട് അല്പം സമയമെടുക്കും. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ റോണിച്ചേട്ടനുണ്ട്. റോണിച്ചേട്ടൻ ഈ കുളത്തിലെ വെള്ളം അളവ് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു പടുതാക്കുളമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം പറ്റിച്ച് മീനെ പിടിക്കാൻ സമയമെടുക്കും. അത് നമ്മളോട് വലിയൊരു മോട്ടർ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട്. റോണിച്ചേട്ടൻ അത് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നമുക്കിത് പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വെള്ളം അളവ് കുറച്ചതിന് ശേഷം വല വീശാമെന്നാണ് വിചാരിക്കുന്നത്. അത് മൂടിയിട്ടിരിക്കുന്ന വല ഇപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇതിനകത്ത് വെള്ളം പറ്റിക്കാനായിട്ട് കുറേ സമയം എടുക്കും, നമുക്കറിയാം. അത്രയും സമയം ക്ഷമയോടെ കണ്ടിരിക്കാൻ പ്രേക്ഷകർക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് അവസാന ഭാഗത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് ഇപ്പോൾ വെള്ളം പറ്റിയതിന് ശേഷമുള്ള വിഷ്വലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വല വീശാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യത്തെ വല വീശുന്നത് ജോബിൻ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വല വീശ വളരെ സക്സസ് ആയിട്ടുണ്ട്. കുറേ മീനുകളെ നമുക്ക് കിട്ടി ആദ്യത്തെ വീശിൽ തന്നെ. സിലോപ്പിയ കുഞ്ഞുങ്ങളാണ് കൂടുതലുള്ളത്. റെഡ് കളറും ബ്ലാക്ക് കളറും ഉണ്ട്. നമ്മളതിനെ ഇപ്പോൾ കൊട്ടയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മീനെ പിടിക്കുന്നതിനേക്കാളും പ്രയാസമുള്ള കാര്യമാണ് വലയിൽ നിന്ന് മീനെ മാറ്റുക എന്നുള്ളത്. കാരണം ഇത് തോട്ടത്തിലേക്കുള്ള കുളമായതുകൊണ്ട് തന്നെ ധാരാളം ഇലയും മറ്റു വേസ്റ്റുകളും എല്ലാം വന്ന് വലയ്ക്കകത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം മാറ്റി വീണ്ടും വല അടുത്ത വീശിന് ഒരുക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് കുറേ മീനുകളെ കിട്ടിയിട്ടുണ്ട്. അടുത്ത വീശിനായിട്ട് വല ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ മീനുകളെ കിട്ടിയതിന്റെ സന്തോഷം ജോബിന്റെ മുഖത്ത് കാണാനുണ്ട്. ഇന്ന് ജോബിനെ സഹായിക്കാനായിട്ട് ജോബിന്റെ ചാച്ചനും ജോബിന്റെ ഭാര്യയുടെ ചാച്ചനും വന്നിട്ടുണ്ട്. അടുത്ത വല ഏതായാലും ചാച്ചനാണ് വീശാൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചാച്ചന് എഴുകുമ്പോഴൊരു മീൻകുളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ വല വീശി നല്ല പരിചയമുണ്ട്. ചാച്ചന്റെ വലയാണിത്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം വീശിയ ഭാഗത്ത് തന്നെയാണ് വീണ്ടും വീശിയത്. അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ അത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി ഏരിയ മാറ്റി നമുക്ക് വല വീശി നോക്കാം. ജോബിന്റെ കുട്ടികൾ രണ്ടുപേരും കാണാൻ വന്ന് നിൽപ്പുണ്ട്. കുട്ടികൾക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഇഷ്ടംപോലെ മീനുകളുണ്ട്. വീണ്ടും ചാച്ചൻ തന്നെയാണ് വീശുന്നത്. ഏരിയ ഒന്ന് മാറ്റിയാണ് ഇപ്പോൾ വീശുന്നത്. നമുക്ക് നോക്കാം. ഇപ്രാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നമുക്ക് വലയിൽ നിന്ന് മാറ്റി വീണ്ടും വല അടുത്ത വീശിനായിട്ട് നമുക്ക് ഒരുക്കാം. അയ്യോ, ചെറിയ പണി കിട്ടിയെന്ന് തോന്നുന്നു. ഈ സിലോപ്പി മീനുകളൊക്കെ വലയിൽ നിന്ന് എടുക്കാനായിട്ട് അല്പം ശ്രദ്ധിക്കണം. നല്ല മൂർച്ചയുള്ള അതിൻ്റെ ചിറകുകൾ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ട് മുറിഞ്ഞെന്ന് തോന്നുന്നു. കിട്ടിയ മീനുകളെല്ലാം നമ്മളിപ്പോൾ ഒരു ബാരലിലേക്ക് മാറ്റിയിട്ടോണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഇറങ്ങി വീശാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. വെള്ളം പൂർണ്ണമായിട്ടും പറ്റിക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ടാണ്
ഇനിയുള്ളത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വീശാം. രണ്ടും വീശിട്ടേ ബാക്കി അടിച്ചോളെ. അങ്ങ് നീങ്ങുന്നു, മൂല കിട്ടത്തക്ക രീതിക്ക് അങ്ങനെ. കുഴപ്പമില്ല. ഇത്തവണ കുറേ മീനുകളെ കിട്ടിയെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കുറേ മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വല വീശിയാൽ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുളത്തിൻ്റെ ഏറ്റവും മുകളിൽ വീശിയിരുന്ന വലയെടുത്ത് വെള്ളത്തിലിറക്കി നമ്മൾ മീനെ പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൂർണ്ണമായിട്ടും മീനെ പിടിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കുളത്തിൽ ഇറങ്ങി നിന്ന് വല വെള്ളത്തിൽ വെച്ച് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. വെള്ളത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോയാണ് നമ്മൾ മീനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും എടുത്ത് കുറേ മീനുകൾ കിട്ടുമെന്ന് തന്നെ തോന്നുന്നു. നമുക്ക് നോക്കാം. അങ്ങ് അറ്റം പോട്ടെ. നിക്ക സെന്റർ താത്തിയിട്ട് എന്തായാലും കുറേ മീനുകളെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിനകത്ത് ഇറക്കി മീനെ പിടിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടിട്ടില്ല. എന്തായാലും കുറേ മീനെ കിട്ടി നമുക്ക്. നമ്മളിപ്പോൾ എല്ലാം നമ്മൾ ബാരലിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. റോണിച്ചേട്ടനും ഇപ്പോൾ വെള്ളത്തിലെടുത്ത് ഇറങ്ങുന്ന വീഡിയോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ പണി കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല. റോണിച്ചേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഒരു വട്ടം കൂടെ നമ്മൾ ആ സെയിം രീതിയിൽ തന്നെ വെള്ളത്തിനടിയിൽ കൂടെ കൊണ്ടുപോവുകയാണ്. അയ്യോ ഇവിടെ പോയി. ഈ സൈഡിൽ കൂടെ പോകുമായിരിക്കും. അയ്യോ ഞാൻ എനിക്ക് പേടിയാ. ഇതങ്ങ് മടിയേ ഇതങ്ങ് മേടിച്ച ഞാൻ ഇന്ന് കൊടുക്കാം. വലുതല്ല ചാറിനകത്തെ ഈ പ്രാവശ്യം ചെറുത് കയറുന്നു.
മീൻ പിടിക്കുന്ന പിടിച്ച് കൈ പിടിച്ച് തന്നെ ഒന്ന് കാണിച്ചേട്ടാ. കൈ പിടിച്ച് ചെറുതായി ഇപ്പം നമുക്ക് വലുതിനായിരുന്നു. കിട്ടിയോ? പിന്നെ ഒരു വലുതുണ്ട്. അതിനെ പൊക്കണോ? അതിനെ പൊക്കണോ? മതി മതി. അതിനെ പൊക്കണം. വലിയവനെ പൊക്കണം. ഇവിടെ നിന്ന് കഴിക്കാൻ ചിലപ്പോൾ താഴോട്ട് കാണും. ഇടണ്ടേ? ഞങ്ങൾ വരുന്നു. ഇടരുതേ. ചേട്ടന് ഏതാണ്ട് പിടിക്കണം. ആ പിടിച്ചെടുത്തോ? പിടിച്ചു പിടിച്ചു പിടിച്ചു. കൈ പിടിക്കണം. പിടിക്കണം. കാണിക്കാം. അടിയിൽ നിന്ന് പിടിക്കാവുള്ളൂ. മോളിൽ നിന്ന് പിടിച്ചാൽ ഫുള്ള് കിട്ടിയോ? ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. താത്തി പിടി. കൈ മാറണോ? ആ മറ്റേ കൈ പിടിച്ചോ. ആ കിട്ടി. നീ കൈ മാറ്റണം. വേണ്ട ഇനി വേണ്ട. ഇനി പിടിച്ച അതിനകത്ത് ഈ കൊച്ചിനെ പിടിക്കുന്നു. കുഞ്ഞുങ്ങൾ അതേ കൂടി ഇടാൻ ബക്കറ്റില്. അതിനെ ബക്കറ്റിലേക്ക് മാറ്റി കേട്ടോ. ആ ചെറുതിനകത്തിടാം. ദിനേശ നിന്നെ ടി വി കാണിക്കൂടാ. നിനക്കൊരു ഭാഗ്യം വേണ്ടേ? സെറ്റ് സെറ്റ്. ഞാൻ കുനിഞ്ഞു എടുത്തത്. ഹോട്ടൽ വീണു. ഞാൻ നിഴല് കണ്ടതാ കുനിഞ്ഞ്. ഞാൻ കൊട്ടങ്ങ് മാറ്റി കേട്ടോ. ഇട്ടാക്കിട്ടെ ഇതിനെ. ഇട്ടോ ഇട്ടോ ഇട്ടോ. ഷാജിയുടെ പിടിക്കാരാണ് അല്ലേ? പിടിക്കാൻ ശരിയായിരിക്കും. ശരിയാ. റോണിയുടെ നമുക്കൊരു വെറൈറ്റി മീനെ പിടിക്കായിരുന്നല്ലോ, ഒരു കളറുള്ളവന്. ആ റെഡല്ലേ? ആ കണ്ടായിരുന്നു. ആ ചേട്ടാ. വാ വിളിക്കുന്നു. എന്തായാലും ഇന്നത്തെ മീൻപിടുത്തം സക്സസ് ആയിരുന്നു. നമ്മൾ കുളം പറ്റിച്ച് പിടിച്ചതുകൊണ്ട് എല്ലാ മീനുകളും തന്നെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കിലോ ആണോ? കിലോ ഇല്ലാലും 3/4 കിലോ എങ്കിലും കാണും. വെള്ളം തുറന്നു വിടുവാണെങ്കിൽ അല്ലേ? ബക്കറ്റിനകത്ത് കുറച്ച് പൊടി കിടപ്പുണ്ട്. ആരെയും വെച്ചിട്ട് വെച്ചാലോ? മറ്റേ കുഞ്ഞു പോലെ. ഇച്ചിരി വെള്ളം കൂടെ കളഞ്ഞിട്ട് കൊണ്ടുവന്നാൽ പിന്നെ എളുപ്പമുണ്ട്. ആണോ? നമ്മളിന്ന് മീൻ പിടിച്ചതിൽ കുറേ ചെറിയ മീനുകളെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചെറിയ മീനുകളെല്ലാം ഈ തോട്ടത്തിൽ തന്നെ താഴെ ഒരു ചെറിയ കുളമുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ട് ഇടുകയാണ്. ഈ കുളത്തിൽ പരമാവധി മീനുകളെ വലയിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. എങ്കിലും കുറേ മീനുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വീണ്ടും വെള്ളം നിറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം നിറച്ചതിന് ശേഷം പുതിയ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമെന്നാണ് ജോബിൻ പറയുന്നത്. ജോലിക്കിടയിലും കൃഷിക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്ന, കൃഷിയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ കൂടിയാണ് ജോബിൻ. ഇന്ന് കിട്ടിയ മീനുകളെല്ലാം ഓർഡർ ആയിട്ടുണ്ട്. കുറേ ആളുകൾ ഓർഡർ തന്നിട്ടുണ്ട്. അതിനെ ഇനി സോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് ജോബിൻ കടന്നു. ജോബിൻ്റെ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാനായിട്ട് കൂടിയാണ് നമ്മളിന്ന് വന്നത്. പക്ഷേ ഇന്നത്തെ തിരക്കിനിടയിൽ നമുക്ക് നടന്നില്ല. മറ്റൊരു അവസരത്തിൽ ജോബിൻ്റെ കൃഷിയെക്കുറിച്ചും ഉള്ള വിശദമായൊരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതാണ്. ധാരാളം ആയുർവേദ ചെടികളും മരുന്നുകളും ഒക്കെ പരിപാലിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് ജോബിൻ. ജോബിൻ്റെ ആയുർവേദ ചെടികളെക്കുറിച്ചുള്ള മറ്റ് കൃഷികളെക്കുറിച്ചുള്ളൊരു വീഡിയോ എന്തായാലും
അധികം വൈകാതെ ഇസ ഡ്രീം ബോക്സിൻ്റെ ഈ എപ്പിസോഡിൽ കൂടെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ആദ്യ അവസരം കണ്ട നിങ്ങളെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.